ഇത് സ്പോർട്സ് വരുമ്പോൾ സ്പോർട്സിന് ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ വേണം. ആ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ആ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഉണ്ടാക്കിയെടുക്കുന്ന രീതി അത് നിശ്ചയിക്കാൻ വളരെ പ്രയാസമാണ്. അതുകൊണ്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് 3 തലത്തിലുള്ള നിർമ്മാണം അല്ലെങ്കിൽ എക്യുപ്മെൻറ്റ്സ് ആണ് നമുക്ക് ആവശ്യമുള്ളത്. ഒന്ന് വളരെ ബേസിക്കായിട്ട് എല്ലാ ജനങ്ങൾക്കും പൊതുജനങ്ങൾക്ക് പൊതുവായി ഉപയോഗിക്കാവുന്ന ആ സ്പോർട്സിനെ ബന്ധപ്പെട്ട സൗകര്യങ്ങൾ. ഇപ്പോൾ ഷട്ടിൽ ബാഡ്മിൻ്റൺ ആണെങ്കിൽ എല്ലാ ആളുകളും ഷട്ടിൽ ബാഡ്മിൻ്റൺ കളിക്കാൻ താല്പര്യമുള്ളവരാണ്. അങ്ങനെ പൊതുവായിട്ടുള്ള ആളുകൾ ഷട്ടിൽ ബാഡ്മിൻ്റൺ കളിക്കുന്നു. നമ്മുടെ സ്കൂളുകളിലും നമ്മുടെ പൊതു മൈതാനങ്ങളിലുമൊക്കെ ആളുകൾ ഫുട്ബോൾ കളിക്കുന്നു. അവിടെ വേണ്ട ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ സൗകര്യം ഒരു ബേസിക് നിലവാരം മതി. അടുത്തത് ഒരു സംസ്ഥാന തലത്തിലോ നാഷണൽ തലത്തിലോ നടക്കുന്ന മത്സരങ്ങൾ. ആ മത്സരങ്ങൾക്ക് വേണ്ടി നടക്കുന്ന കോമ്പറ്റേറ്റീവ് സ്പോർട്സ്, ആ കോമ്പറ്റേറ്റീവ് സ്പോർട്സിന് വേറൊരു നിലവാരമാണ് നമുക്ക് ആവശ്യം. മറ്റൊന്ന് ഇൻ്റർനാഷണൽ സ്പോർട്സിന് വേറൊരു നിലവാരമാണ് ആവശ്യം. അപ്പോൾ അങ്ങനെ 3 നിലവാരത്തിലുള്ള ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ഓരോ സ്പോർട്സും ഡിഫൈൻ ചെയ്യണം. അപ്പോൾ ആ ഓരോ ക്വാളിറ്റിക്ക് അനുസൃതമായിട്ടുള്ള പർച്ചേസിങ് സ്റ്റാൻഡേർഡ്സ്, കൺസ്ട്രക്ഷൻ സ്റ്റാൻഡേർഡ്സ് ഇതും നമ്മൾ നിർവചിക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏറ്റവും ലോവസ്റ്റ് സ്റ്റാൻഡേർഡിന് നമ്മൾ തീർച്ചയായിട്ടും ലോവസ്റ്റ് കോസ്റ്റ്, അതാണ് 3 കൊട്ടേഷൻ വിളിക്കുക, ലോവസ്റ്റ് കോസ്റ്റ് എടുക്കുക, അതാണ് ചെയ്യുന്നത്. പക്ഷേ ഒളിമ്പിക് മത്സരത്തിന് തയ്യാറെടുക്കുന്ന ഒരു ടീമിനോ ഒളിമ്പിക് മത്സരത്തിന് തയ്യാറെടുക്കുന്ന ഒരു വേദിയോ ലോവസ്റ്റ് കൊട്ടേഷൻ വെച്ച് തീരുമാനിച്ച് എന്തായിരിക്കും അതിൻ്റെ സ്ഥിതി? ഇതാണ് അതിൻ്റെ വ്യത്യാസം. അപ്പം അങ്ങനെ ഈ 3 തലത്തിലുള്ള പ്രൊക്യൂർമെൻറ്റ് ഡെഫിനിഷനും കൺസ്ട്രക്ഷൻ ഡെഫിനിഷനും കൺസ്ട്രക്ഷൻ ക്വാളിറ്റി കൺട്രോളും നടപ്പാക്കാൻ വേണ്ടി നമുക്ക് സാധിക്കണം. അപ്പോൾ അതിനനുസൃതമായിട്ടുള്ള ഒരു സ്പോർട്സിൻ്റെ ക്വാളിറ്റി ലെവൽ ഡെഫിനിഷൻ, ഒരു കോഡ് എന്നുള്ള രീതിയിൽ അതാത് അസോസിയേഷനുകൾ നേരത്തെ പ്രസിദ്ധീകരിക്കണം. ഞങ്ങളുടെ നിലവാരം ഇന്നതാണ്, ബാഡ്മിൻ്റൻ്റെ പൊതുജന നിലവാരം ഇതാണ്, കോമ്പറ്റേറ്റീവ് സ്റ്റേറ്റ് ലെവൽ ഇതാണ്, ഇൻ്റർനാഷണൽ ലെവൽ ഇതാണ്, ഈ സൗകര്യങ്ങളൊക്കെയാണ് വേണ്ടത് എന്ന രീതിയിലുള്ള ഒരു ഡെഫിനിഷനും അതിനനുസരിച്ചുള്ള പാരാമീറ്റേഴ്സും ഡിഫൈൻ ചെയ്താൽ പല തർക്കങ്ങളും പല സംശയങ്ങളും പല ഓഡിറ്റ് ഒബ്ജക്ഷനുകളും അപ്പോൾ തന്നെ ഇല്ലാതാവും. സ്കൂളിൽ നടക്കുന്ന ഒരു സ്പോർട്സിനെ വെച്ചിട്ട് ഒളിമ്പിക് ഗെയിംസിൻ്റെ ഓഡിറ്റ് നടത്തിയാൽ ഒളിമ്പിക് ഗെയിംസ് മുഴുവൻ കുഴപ്പമാണെന്ന് എല്ലാവരും പറയുള്ളൂ. ഇപ്പോൾ ഇതാണ് അതിൻ്റെ വ്യത്യാസം. അപ്പോൾ ആ രീതിയിലുള്ള 3 സ്റ്റാൻഡേർഡ്സ്, 1 എ മിനിമം സ്റ്റാൻഡേർഡ്, ഒരു ഇൻ്റർമീഡിയറ്റ് സ്റ്റാൻഡേർഡ്, എ ഹൈ സ്റ്റാൻഡേർഡ്, ഇത് 3 നമുക്ക് ഉണ്ടാകണം.